നക്ഷത്ര കണ്ടലിൻ്റെ വിത്തായത്. ഇത് നട്ട് കഴിഞ്ഞാൽ കണ്ടൽ പടർന്നു പിടിക്കും. ചതുപ്പിലേ നടാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഓരോ കണ്ടലിനും ഓരോ ടൈപ്പ് കണ്ടലിനും ഓരോ വിത്തുണ്ട് കേട്ടോ. ഞാൻ നടക്കണം കേട്ടോ. കോഴിക്കോട് അങ്ങാടി കൂടെ നടക്കുകയാണ്. ഇത് തന്നെ മെയിനങ്ങാടി, ഇത് തന്നെ മെയിനങ്ങാടി ആണെന്ന് തോന്നുന്നു. എനിക്ക് വഴി കറക്റ്റായിട്ട് അറിയത്തില്ല. മാപ്പിൽ കാണിച്ച വഴി കൂടെ ഞാൻ പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വേണം എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. സോ ഞാനതിനു വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ വലിയ കടകളൊന്നുമില്ല. എല്ലാ കടകളും ക്ലോസ്ഡാണ് കേട്ടോ. കടകളൊന്നുമില്ല, ഒരു കടയുമില്ല. എല്ലാ കടയും ക്ലോസ്ഡാണ്. കൊള്ളാം കേട്ടോ. മഴ പെയ്താലും നനയത്തില്ല കേട്ടോ. മോളിൽ കണ്ടോ, മഴ പെയ്താലും നനയത്തില്ല കേട്ടോ. കണ്ടോ, മഴ പെയ്താലും നനയത്തില്ല. നമ്മുടെ ചാല മാർക്കറ്റിലെല്ലാം വെക്കേണ്ടതാണ് കേട്ടോ. ചാല മാർക്കറ്റിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ട്രിവാൻഡ്രത്തെ ചാല മാർക്കറ്റിലെല്ലാം ഇങ്ങനെ വെച്ച് അടിപൊളിയായിരിക്കും, സെറ്റപ്പായിരിക്കും. ഇതുപോലെ ഇങ്ങനെ മുകളിൽ കണ്ട റൂഫ് ഇങ്ങനെ ഇട്ടിരുന്ന സെറ്റപ്പായിരിക്കും. മഴയും നനയാതെ അവിടെയൊക്കെ സാധനം കണ്ട് മേടിക്കാൻ പറ്റും. ബിസി സ്ട്രീറ്റാണ്, അതാണ് ഇങ്ങനെ ഇട്ടേക്കുന്നവർ. ഇത് ഏതോ ഒരു ഫുഡ് ബ്രിഡ്ജാണ് കേട്ടോ. ഫുഡ് ബ്രിഡ്ജാണ്. വേണ്ട എസ്കലേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റപ്പ് ഇതിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മറ്റേ ഈ സ്പോട്ടിലുള്ള ഓവർബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മുടെ അത് വേണം എനിക്ക് പറയുന്നത് കേട്ടോ. ട്രിവാൻഡ്രത്ത് ഇതൊന്നുമില്ല, ഇവിടെ നിന്നൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റപ്പാണ്. എസ്കലേറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നടന്നിട്ട് ഞാൻ അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ എനിക്ക് കടലുണ്ടിക്ക് ബസ് കിട്ടുമെന്നാണ് ഇവിടുത്തെ ഒരു കണ്ടക്ടർ എന്നോട് പറഞ്ഞത്. സോ ഞാൻ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് ബസ് കയറിയാണ് കടലുണ്ടിക്ക് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബേർഡ് സാഞ്ചുറിയിലോട്ടാണ് പോകുന്നത്. എസ്കലേറ്ററിൽ കയറി നോക്കി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. സോ വെൽക്കം ടു ന്യൂ വ്ലോഗ്. We are going to Kadalundi Bird Sanctuary. ഓക്കെ, ഞാൻ ബസ്സിലും ബൈക്കിലും കാറിലൊന്നും അല്ല പോകുന്നത്. ഞാൻ ബസ്സിലാണ് പോകുന്നത്. ഒന്നുണ്ട് ഈ ബസ്സിൽ കയറി ഞാൻ ഫറൂഖ് പോകാൻ വേണ്ടി പോകണം കേട്ടോ. അവിടെ പോയിട്ടാണ് കടലുണ്ടി പോകുന്നത്. ഫറൂഖ് പോയിട്ടാണ്. ഇതുണ്ട്, ഇത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കടലുണ്ടി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ അധികം വണ്ടി നിർത്താറില്ല. 1-2 വണ്ടിയൊക്കെ നിർത്താറുള്ളൂ, പാസഞ്ചറൊക്കെ നിർത്താറുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ കയറി വരാത്തത്. ഇനി തിരിച്ചു പോകുമ്പോൾ ഇവിടെ വണ്ടി ഉണ്ടെങ്കിൽ ഇതിൽ കയറി പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു വാട്ടർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇവിടെ. ചിലപ്പോൾ ഞാൻ അതിന് പോകും. അപ്പോൾ എന്നെങ്കിൽ പിന്നെ എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വേറെ എനിക്കറിയത്തില്ല വഴി. ഇനിയിപ്പോൾ നോക്കണം അത് എങ്ങനെയാണ്. കടലുണ്ടി വള്ളിക്കുന്ന് എക്കോ ടൂറിസം. ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട് കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇവിടെ ട്രെയിൻ അധികം നിർത്താറില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആ ട്രെയിനിൽ വരാത്തത്. ഞാൻ തിരിച്ചിനിപ്പോൾ ഒരു ട്രെയിൻ കിട്ടുമെങ്കിൽ ട്രെയിനിൽ പോകണമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, പ്രവേശനം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രം. വൈകുന്നേരം 7 മണിക്ക് മുമ്പ് നമ്മൾ പുറത്തോട്ട് പോവുകയും വേണം. കണ്ടോ, അങ്ങനെയാണ് കണ്ടോ. ഞാനിപ്പോൾ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു കടലുണ്ടി വള്ളിക്കുന്ന് ബേർഡ് സാഞ്ചുറി. ഇവിടെ ബോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അത് നമ്മൾ കടലിൽ ബ്രിഡ്ജാണ്. ബോട്ടിങ് 1000 രൂപയാണ് ഒരു മണിക്കൂറിന്. 1.5 മണിക്കൂറാണെങ്കിൽ 1500. അത് നമ്മൾ ഷെയർ ചെയ്യാം. 8 പേർക്ക് കയറാം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 1000 രൂപയ്ക്കാണെങ്കിൽ ഒരാൾക്ക് ഒരു 150 രൂപ ആവത്തുള്ളൂ. ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ബോട്ട് ഷെയർ ബോട്ടുണ്ട്. ഫാമിലീസ്
എന്താ പേരെന്താ ഈ ദ്വീപിൻ്റെ? ചെറുതുരുത്തി. ആള് താമസമുണ്ടോ ഇവിടെ? ആള് താമസമുണ്ടോ? 14 കുടുംബങ്ങളേ ഉള്ളൂ. 14 കുടുംബങ്ങൾ മാത്രമുള്ളൊരു ദ്വീപാണ്. ഓട്ടോറിക്ഷ എത്തുള്ളൂ, വീതി കുറവ്. ഇപ്പൊ പുതിയ പാലം അതേമാതിരി ഇവിടെ ഈ അതിരിതിന്റെ ഭിത്തിയെട്ടല് അതിനൊക്കെ പാസ്സായിട്ടുണ്ട്. ഇത് 6 മീറ്റർ ഉണ്ട് മോളാ. ഇതിലിപ്പോ ഇവിടെ ഇത് 2 ആളാണ് ഇവിടെ പോണത്. ഈ ദ്വീപില് ദ്വീപില് ഹോം സ്റ്റേ ഉണ്ട്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ 2 ദ്വീപും കൂടി ഉണ്ട് മലപ്പുറം ജില്ലയിൽ. എല്ലാത്തിനും ബോട്ടിങ്. ഇത് നമ്മുടെ കടലുണ്ടി പുഴയാണ്. ഈ പുഴ ഉത്ഭവിക്കുന്നത് സൈലൻറ്റ് വാലിക്ക് അടുത്തുനിന്നാണ്, പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന്. 130 കിലോമീറ്ററാണ് നീളം. മലപ്പുറത്തുകൂടെ ഒഴുകി കോഴിക്കോട് കൂടെ ഒഴുകി ഇത് കടലുണ്ടിയിൽ വന്നിട്ട് അറബിക്കടലിൽ ചേരുകയാണ് ചെയ്യുന്നത്. അതിലേക്കുള്ള ആദ്യത്തെ നടപ്പാലാണ് ആ മുന്നിൽ കാണുന്ന പാലം. അതും അപ്പുറത്ത് 2 പാലം ഉണ്ടാവും. ആ 2ാമത്തെ പാലം ചെറുതാ. അതിൻ്റെ അപ്പുറത്ത് ഒരു 35ഓളം വീട്ടിലെ വേറെ ദ്വീപ്. അതൊക്കെ നടപ്പാലാണ്. ബസ്സൊന്നും പോയില്ലേ? റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അങ്ങാടിയൊക്കെ അന്ന് അവിടെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വരച്ച് വരണ്ടേ. ബസ്സൊന്നും പോയില്ല. ഈ ദ്വീപിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പാലുണ്ട്, പണ്ട് കുറച്ചിട്ടുള്ള പൈപ്പ് പാലുണ്ട്. അത് റോഡാണ്. ഇതുവരെ ഈ മുന്നിൽ കാണുന്ന പാലത്തിൻ്റെ അടുത്ത് വരെ റോഡാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും വാങ്ങണം. വിധ കണ്ടലുകളുണ്ട്. നമ്മൾ പോകുമ്പോൾ ഒരു 4-5 വിധം കാണാം. ആനയുണ്ടായ കടലുകൾ. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്ന മരമാണ് കണ്ടലുകൾ. വേലിയിറക്കുള്ള സമയമാണെങ്കിൽ ഇവിടെയൊക്കെ കരയാണ്. ഈ കുറ്റി വേരുകൾ വെള്ളമുള്ളതുകൊണ്ട് കാണില്ല. കുറ്റി വേരുകളുണ്ട്. ഒരു മരത്തിനുണ്ടാവും ശ്വസന പേര് 3000ഓളം പേര്. വെള്ളത്തിനടിയിൽ ഇങ്ങനെ കാണാം. കുറ്റി വെള്ളം ഇറങ്ങിയാൽ മുഴുവനും കാണും. ഗ്രേറ്റ് ആക്യുറേറ്റ് എന്നാണ്. കണ്ടലുകളാണ് കേട്ടോ. കേരളത്തിൽ 14 വെറൈറ്റിയോളം കണ്ടലുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഇത് ഇങ്ങനെ ചതുപ്പിൽ ഇതിൻ്റെ വിത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പാടം നിന്ന് പിടിക്കും. സോംബി ഏരിയാസ്. ഇതിപ്പോൾ വേലിയേറ്റം ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ വെള്ളം ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വെള്ളം കാണത്തില്ല. ഇന്ന് ഇപ്പോൾ 2:30 ആകുമ്പോഴത്തേക്കും വേലിയേറ്റം വരുമെന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. ഇനി അരമണിക്കൂർ. എല്ലാം മാംഗ്രൂവ്സാണ്. പല പല ടൈപ്പിലുള്ള മാംഗ്രൂവ്സാണ്. അപ്പുറത്തെ സൈഡ് പോലെ തന്നെ ഫുൾ മാംഗ്രൂവ്സ്. അവിടെ മാംഗ്രൂവ്സ്. ഇങ്ങനെ പടർന്ന് വിത്ത് ഇപ്പം തുടങ്ങിക്കണ്ട. ഈ സീസണാണ്. മുരിങ്ങാക്കായ പോലെ ഒരു വിത്തുണ്ടാവും. ആ വിത്തിന് അടിഭാഗം കൊടുത്തിട്ടുണ്ടാവും. മേലെ ലേശം വെയിറ്റ് ഉണ്ടാവും. അവിടെയൊക്കെ ചതുപ്പാ. അത് എൻ്റെ മുളച്ചതിന് ശേഷം താഴേക്ക് വീഴും. ചതുപ്പിൽ ഇറങ്ങി കുത്തി നിന്നിട്ട് അവിടെ നിന്ന് പുതിയ ചെടിയായിട്ട് വരും. അങ്ങനെയാണ് 26 കൊല്ലം കൊണ്ട് ഇങ്ങനെ പടർന്ന് പിടിച്ച്. 26 വർഷം കൊണ്ട് പടർന്ന് പന്തലിച്ച കണ്ടലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. സെറ്റപ്പായിരിക്കും, അടിപൊളിയായിരിക്കും.
നേരത്തെ കണ്ട കണ്ടലിൻ്റെ ഉള്ളിലോട്ട് പോകണം കേട്ടോ. ഇത് ഏതോ ഒരു വെറൈറ്റി കണ്ടലാണ്, നീണ്ട വിത്താണിതിന്. ഈ വിത്തൊക്കെ കൊണ്ട് ഏതെങ്കിലും സോംബി ഏരിയ, അതായത് ചതുപ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പടവന്നങ്ങ് പന്തലിക്കും. മുളങ്കാടിൻ്റെയൊക്കെ ഉള്ളിൽ പോകുന്ന ഒരു ഫീലാണ്, വേറൊരു ടൈപ്പ് ഫീലാണ് ഇവിടെ. നല്ല തണുപ്പാണ്, ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കാം, കാക്ക വിളിക്കുന്നത് കേൾക്കാം, പിന്നെ വേറെയും പക്ഷികളുണ്ട്, അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. വേറെയും ബോട്ടുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ നിലവിൽ, അപ്പോൾ അതിൻ്റെ ശബ്ദവും കേൾക്കാം. അടിപൊളി വൈബാണ് ഇവിടെ. മുകളിൽ കണ്ടോ, ഇതാണ് മുകളിലോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, സൂര്യപ്രകാശം അധികം ഇങ്ങോട്ട് വരുന്നില്ല, ഈ കണ്ടലിലോട്ട് അടിക്കുന്നില്ല. എത്ര ചൂടുണ്ടെങ്കിലും സൂര്യപ്രകാശം വരുന്നില്ല. ഇപ്പോൾ നല്ല നട്ടുച്ച സമയമാണ്, അത് നല്ല ചൂടൊന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. നല്ല കൂൾ എഫക്റ്റാണ് ഇവിടെ. പാമ്പുകളുണ്ട് അവിടെ, പാമ്പുകൾ കൊക്കള്. ഓ വലിയ കൊക്കില് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് ഇതിൻ്റെ വിത്ത്. ഈ തൂങ്ങിക്കിടക്കുന്നുണ്ടോ, ഈ മുരിങ്ങക്കായ പോലെ. ഇതാണ് ഇതിൻ്റെ വിത്താണത്, ഈ കണ്ടലിൻ്റെ. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇത് കടലുണ്ടി റെയിൽവേ പാലമാണ് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും കണ്ടലാണ്. ചുറ്റും കണ്ടൽ, പലതരത്തിലുള്ള കണ്ടലുകളാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ ബോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കടലുണ്ടി വള്ളിക്കുന്ന് ഫോറസ്റ്റ് റിസർവാണ്. നല്ല വെട്ടി ഒതുക്കിയതുപോലെയാണ്, കണ്ടോ, വെട്ടി ഒതുക്കിയതുപോലെയാണ് ഈ മാംഗ്രോവ്സ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഇവിടെയാണ് കേട്ടോ കടലുണ്ടി ട്രെയിൻ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം. ഇതോ കാണുന്ന സെക്കൻഡ് പില്ലറാണ്. നല്ല ക്ലീനാണ് വെള്ളം, വാട്ടർ നല്ല ക്ലീൻ വാട്ടർ, ക്ലീൻ വാട്ടർ. നല്ല അടിപൊളിയാണ് വെള്ളം. നല്ല ക്ലീൻ വാട്ടർ. എന്താ നല്ല രസമാണ്. ഇതാണ് കേട്ടോ നക്ഷത്രക്കണ്ടലാണ്. നക്ഷത്രക്കണ്ടൽ വേറെ ദൂരെ കാണുന്നത് പൊഴിയാണ് കേട്ടോ, പൊഴി. അവിടെയാണ് കടലുണ്ടി പുഴ അറേബ്യൻ കടലിൽ ചേരുന്നത്. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട്. പിന്നെ അവിടെ ബീച്ചുണ്ട്, കടലുണ്ടി ബീച്ച് അവിടെയാണുള്ളത്, ആ ബ്രിഡ്ജിൻ്റെ താഴെയാണുള്ളത്. നക്ഷത്രക്കണ്ടലിൻ്റെ വിത്തായത്. ഇത് നട്ട് കഴിഞ്ഞാൽ കണ്ടൽ വളർന്നു പിടിക്കും. ചതുപ്പിലേ നടാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഓരോ കണ്ടലിനും, ഓരോ ടൈപ്പ് കണ്ടലിനും ഓരോ വിത്തുണ്ട് കേട്ടോ. ഇപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയമാണ്, അതുകൊണ്ടാണ് ഇവിടെയെല്ലാം വെള്ളമുള്ളത്. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ 2:30-3 മണി കഴിഞ്ഞ് വേലി ഇറക്കമാണ്. ആ സമയം ഇവിടെ വള്ളത്തിലൊന്നും വരാൻ പറ്റുന്നില്ല, വെള്ളം ഇറങ്ങി അങ്ങ് പോകും. അപ്പം പിന്നെ ഇവിടെ ഫുള്ളും ചെളിയായിരിക്കും. പിന്നെ ഇവിടെ വള്ളത്തിലിങ്ങനെ പോക്ക് നടക്കത്തില്ല. ചുറ്റും കണ്ടലുകളാണ്, പലതരത്തിലുള്ള കണ്ടലുകളാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സമയം 2:30 കഴിഞ്ഞ് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇറങ്ങി കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക വെള്ളം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ പിന്നെ ഈ ബോട്ട് ഇതുവഴി പോകാൻ പറ്റത്തില്ല. ബോട്ട് ഉണ്ടോ, വെള്ളം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക, പൊഴിയിലോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കടലിലോട്ട്.
ആഴമില്ല. ഇപ്പം വാവ് കഴിഞ്ഞിട്ട് 5 ദിവസമാണ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വെള്ളമുള്ളത്. അല്ലെങ്കിൽ ഇവിടെ വെള്ളമൊന്നും കാണത്തില്ല. ഇവിടെ നടക്കാൻ പറ്റുമെങ്കിൽ നമ്മളിപ്പോൾ അപ്പുറത്തെ കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്തെ കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കടലുണ്ടിപ്പുഴയായത്. കടലുണ്ടിപ്പുഴ നിലമ്പൂരിൽ വരുന്ന കടലുണ്ടിപ്പുഴ. 135 കിലോമീറ്റർ നീളമുള്ള പുഴയാണത്. കടലിൽ ചേരുന്ന ഭാഗമാണതുകൊണ്ട് കണ്ടോ, അത് കടലിൽ ചേരുന്ന ഭാഗമാണ്. ഇവിടെ വെച്ചിട്ടാണ് കടലുണ്ടിപ്പുഴ കടലിൽ ചേരുന്നത്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ബേഡ്സ്. ഇവിടെയൊക്കെ ഉള്ള ബേഡ്സ്. ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാം ഒന്നും കണ്ടിട്ടില്ല. 1-2 എണ്ണത്തിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല, ബോട്ടിങ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് തന്നെ ഈ വാക്ക് വേ വഴി കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാൻ പറ്റും. അത്രയും മാത്രമേ ഉള്ളൂ ബേഡ് സാഞ്ചുറിയിൽ. ഓക്കെ, ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഞാനൊരു നാരങ്ങ വെള്ളം മാത്രമാണ്, ലൈം ജ്യൂസ് മാത്രമാണ് കുടിച്ചത്. ഇങ്ങനെ ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും കണ്ടോ, ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. അല്ല, ഈവനിങ്ങൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. സോ ഞാൻ ബേഡ് സാഞ്ചുറിയിൽ ബോട്ട് ചെയ്തു. കുറച്ച് നേരം ബേഡ് സാഞ്ചുറിയിൽ ഇരുന്നു. ഞാനിപ്പോൾ തിരിച്ച് ബേഡ് സാഞ്ചുറി വിട്ട് പുറത്തോട്ട് പോകണം കേട്ടോ. നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് ബസ് കിട്ടും, അല്ലെങ്കിൽ ട്രെയിൻ കിട്ടും കോഴിക്കോട്ടേക്കോ, അല്ലെങ്കിൽ ബേപ്പൂരിലേക്കോ, അല്ലെങ്കിൽ എറണാകുളത്തേക്കൊക്കെ ബസ്സും കാറും കിട്ടും. ഞാൻ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. I'm moving to a different location. So guys, I'm going to a different location. So I'm winding up this video. നമുക്ക് ഇനി വേറൊരു സ്ഥലത്ത് വെച്ച് we can see another place. So like, subscribe and share my videos. Thank you.